വലിയ രാഷ്ട്രീയ മത്സരം നടന്ന മണ്ഡലമാണ് ചാത്തന്നൂർ. അടിത്തട്ടിലായിരുന്നു മണ്ഡലത്തിലെ പ്രവർത്തനങ്ങൾ. ചാത്തന്നൂരിലെ NDA സ്ഥാനാർത്ഥി ഗോപകുമാർ റിപ്പോർട്ടർ TV ചേരുകയാണ്. വലിയ രാഷ്ട്രീയ മത്സരം നടന്നു എന്നാണ് അടിത്തട്ടിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇത്തവണ നിയമത്തിന് മുമ്പേ BJP ചാത്തന്നൂർ തൂക്കുമോ? നിയമത്തിന് മുമ്പേ BJP ചാത്തന്നൂർ തൂക്കും. 100% വിജയം ഉറപ്പായി കഴിഞ്ഞു. നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസമാണ് പ്രവർത്തകർക്കും ഞങ്ങൾക്കെല്ലാം ഉള്ളത്. ഇത് 3-ാം തവണയാണ് ഈ മണ്ഡലത്തിൽ മത്സരിക്കുന്നത്. ഈ മണ്ഡലത്തിലുള്ള ആൾ തന്നെയാണ്. മറ്റ് 2 സ്ഥാനാർത്ഥികളും ഈ മണ്ഡലംകാരല്ല. അതൊരു അഡ്വാൻറ്റേജ് ആണെന്നാണോ വിശ്വസിക്കുന്നത്? തുടക്കത്തിൽ അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. ആയിട്ടുണ്ടോ അഡ്വാൻറ്റേജ്? അതെ, ആ മുൻഗണനയാണ് ഏറ്റവും അധികം ഉള്ളത്. മറ്റ് 2 പേരും പുറത്തുള്ളവർ. 2 തവണ മത്സരിച്ചു 2-ാം സ്ഥാനത്തായിരുന്നു. ഇത്തവണ 1-ാം സ്ഥാനത്ത് എത്തിക്കണം, ചാത്തന്നൂർക്കാരൻ തന്നെ നിയമസഭയിലെത്തണം എന്ന വലിയ സജീവമായ ചർച്ച നടന്ന മണ്ഡലം തന്നെയാണ്. രാഷ്ട്രീയത്തിന് അതീതമായി. എത്ര ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നത്? ഏറ്റവും കുറഞ്ഞത് 10,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടാവും. വലിയ ആത്മവിശ്വാസത്തിലാണ്. തികഞ്ഞ ആത്മവിശ്വാസം. 10,000-ന് മുകളിൽ ഭൂരിപക്ഷം ചാത്തന്നൂരുണ്ടാവും. എന്തായാലും ഇത്തവണ നിയമത്തിന് മുമ്പ് ചാത്തന്നൂർ തൂക്കുമെന്നാണ് BJPയുടെ സ്ഥാനാർത്ഥി പറയുന്നത്. 10,000 ഭൂരിപക്ഷവും അദ്ദേഹം പ്രതീക്ഷിക്കുന്നു. വീഡിയോ ജേർണലിസ്റ്റ് അബു താഹിറിനൊപ്പം റിപ്പോർട്ടർ AV ജയശങ്കർ, റിപ്പോർട്ടർ, കൊല്ലം.